ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ ഉറപ്പായിട്ട് സംഭവിക്കും എന്ന് ഉറപ്പുള്ള ഒരു കാര്യം, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആണോ? പലരും പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്ക്യൂസ് ആണ് 100% ഉറപ്പായിട്ട് സംഭവിക്കും എന്നുള്ളൊരു കാര്യം. ഈ ഒരു സംഗതിയെ കുറിച്ചുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും? നിങ്ങൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പ്രിപ്പയർഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു സ്ഥിരമായിട്ട് വെള്ളപ്പൊക്കം വരുന്നൊരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ എപ്പോൾ വെള്ളപ്പൊക്കം വന്നാലും അവിടെ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു ലോങ് ഡ്രൈവിലേക്ക് പോവുകയാണെങ്കിൽ വണ്ടിയിൽ പെട്രോൾ തീരാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കും. ശരിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ ഉറപ്പായിട്ട് സംഭവിക്കും എന്ന് ഉറപ്പുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒന്നുമല്ല, നമ്മുടെ തന്നെ മരണം. നമ്മൾ പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാവും. ചിന്തിക്കുമ്പോൾ വളരെ ഇൻറ്റൻസ് ആയിട്ടൊരു സംഗതിയാണ് അല്ലേ? അതുവരെ നമ്മൾ കളിച്ച് തിരിച്ചു നിന്ന ആളുകളുടെ ഇടയിൽ നമ്മൾ നാളെ തൊട്ടില്ല. ഇത് എല്ലാവരുടെ ലൈഫിലും ഉറപ്പായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആണോ? പ്രിപ്പയർഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചില ട്രോൾസിലൊക്കെ പറയുന്ന പോലെ ആദ്യമേ തന്നെ നമ്മളൊരു മഞ്ച വാങ്ങിച്ച് വെക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ പ്രൊട്ടക്ഷൻ പിന്നെ എന്ത് ചെയ്യും? ആലോചിക്കുന്നുണ്ടോ എപ്പോഴേക്കും? നിങ്ങളുടെ കുട്ടികളുടെ പഠിപ്പുണ്ടായിരിക്കാം, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടുന്ന എക്സ്പെൻസ് നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പാരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ആവശ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ ഇതെല്ലാം സ്റ്റോപ്പ് ആവാണ്. നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, നിങ്ങൾ മൂലം ആ ഫാമിലിക്ക് കിട്ടുന്നൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അവിടെ സ്റ്റോപ്പ് ആവുന്ന സിറ്റുവേഷൻ ഒരിക്കലും വരരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പറ്റുന്ന ഫിനാൻഷ്യൽ ടൂൾസ് നമ്മളെപ്പോഴും പർച്ചേസ് ചെയ്ത് വരും. ഫിനാൻഷ്യൽ ടൂൾസ് എന്ന് പറയുമ്പോൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് ടേം ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് പോലുള്ള സംഗതികളാണ്. പലരും ഇതിനെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് കാണുന്നത്. കാരണം ഞാൻ ഇല്ലാണ്ടായിട്ട് അല്ലെങ്കിൽ ഞാൻ മരിച്ചതിന് ശേഷം എന്തിന് എൻ്റെ ഫാമിലിക്ക് ഒരു വലിയ ഫണ്ട് കിട്ടേണ്ട ആവശ്യം? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഇല്ലാതാവുമ്പോഴല്ലേ നിങ്ങളുടെ ഫാമിലിക്ക് ഒരു ഫണ്ടിൻ്റെ ആവശ്യം വരുന്നത്. ഇപ്പോൾ പല ആളുകളുടെയും ഫാമിലീസിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്, അവരുടെ ഹസ്ബൻഡായിരിക്കും കൂടുതൽ ബ്രെഡ് വിന്നർ ആയിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം ഇൻ്റലിജൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ആ വീട്ടിലെ റോളിങ്സും ഫിനാൻഷ്യൽ നീഡ്സ് എല്ലാം നല്ല പക്കയായിട്ടായിരിക്കും ചെയ്യുന്നത്. വൈഫിനെ സംബന്ധിച്ച് അതിനെക്കുറിച്ചൊന്നും ഒരു ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷെ പെട്ടെന്നൊരു അപകടം സംഭവിച്ചു, പെട്ടെന്നൊരു അസുഖം വന്നു, നമ്മൾ ചിന്തിക്കാത്ത സമയത്ത് ഈ ആൾ അവരുടെ കൂടെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പിന്നെ ആ ബാക്കിയുള്ള വ്യക്തി, അതായത് അവരുടെ സ്പൗസ്, അവർക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. ജീവിതം വഴിമുട്ടി പോകാന്ന് പറയുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലേക്ക് അപ്പുറമാണ് ആ ഒരു ഏകാന്തത, ആ ഒരു ഭീകരത. ഇപ്പോൾ ഇമോഷണൽ ഡാമേജ് നമുക്ക് ആർക്കും നികത്താനാവില്ല. പക്ഷേ നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഇന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് അത് വലിയൊരു ആശ്വാസമായിരിക്കും. നാളെ എപ്പോഴും നിങ്ങളുടെ ഫാമിലി നിങ്ങളെക്കുറിച്ച് ഓർത്ത് നന്ദി പറയും. കാരണം എന്തൊക്കെ സമ്പാദിച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു ഫിനാൻഷ്യൽ ടൂൾ ഉണ്ടെങ്കിലാണ് ഒരു ഫാമിലിക്ക് നിങ്ങളുടെ അഭാവത്തിൽ ഫിനാൻഷ്യലി സെക്യൂർ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ആവശ്യത്തിൽ കൂടുതൽ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ടേം ഇൻഷുറൻസിൻ്റെ ഒരു ആവശ്യം ഇല്ല, എൻ്റെ ബിസിനസ് ഇത്ര കോടി രൂപയുടെ ആസ്തി വിലയുള്ള ഒരു സംഭവമാണ്. പക്ഷേ അവിടെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ പെട്ടെന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ഒരു ടൂൾ ഏതായിരിക്കും? നിങ്ങളുടെ സ്ഥലം വിറ്റിട്ട് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറഞ്ഞ് കിട്ടുമോ? ഇല്ല. ഒരു ടേം ഇൻഷുറൻസ് ആണെങ്കിൽ നിങ്ങളുടെ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ ഫണ്ട് മുഴുവനായിട്ടും ടാക്സ് ഫ്രീ ആയിട്ട് ഫാമിലിക്ക് കിട്ടുകയാണ്. അവരുടെ ഇമ്മീഡിയറ്റ്ലി എല്ലാ നീഡ്സും ഇത് കവർ ചെയ്ത് പോകും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഒരു ടേം ഇൻഷുറൻസ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. ഒരിക്കലും ഡിലേ ചെയ്യരുത്. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ മറ്റെന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുത്തോളൂ. പക്ഷേ ഫസ്റ്റ് നിങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ട ഒരു സംഗതിയാണ് ടേം ഇൻഷുറൻസ്. പലരും പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്ക്യൂസാണ്, ഇപ്പോൾ ഫണ്ടില്ല, ടൈറ്റാണ്. നാളെ നിങ്ങൾ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നത് നമുക്ക് തടയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എക്സ്ക്യൂസ് ഓക്കെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ ഡിലേ ആവരുത്. നിങ്ങൾ നല്ലൊരു കൺസൾട്ടേഷൻ എടുത്തിട്ട് എത്ര രൂപയുടെ ടേം ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത്, ഇത് നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ, ഇത് പ്രാക്ടിക്കൽ ആണോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു ഡിസിഷനിലേക്ക് എത്തുക. അങ്ങനെ ഒരു കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വി ആർ ഓൾവേസ് റെഡി ടു ഹെൽപ്പ് യു.